നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങ മെഴുക്കുവരട്ടി. പീച്ചിങ്ങ കൊണ്ടുള്ള മെഴുക്കുവരട്ടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അധികം മൂക്കാത്ത പീച്ചിങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 മീഡിയം സൈസിലുള്ളത്, വെളുത്തുള്ളി ചതച്ചത് 8 എണ്ണം, ചെറിയ ഉള്ളി ചതച്ചത് 12 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചതച്ച മുളക് 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്യുക. വെളുത്തുള്ളിയും ഉള്ളിയും ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഉള്ളി കുറേ ബ്രൗൺ കളർ ആകണ്ട. ഇതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ടിപ്പോൾ വാടിയിട്ടുണ്ട്. ഇതിലോട്ടിനി ഫ്ലെയിം ലോയിൽ വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, ചതച്ച മുളക്, കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് വഴറ്റുക. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി മസാല ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളം ആഡ് ചെയ്യണ്ട. മസാല പീച്ചിങ്ങയെ നന്നായിട്ട് കോട്ട് ചെയ്യുന്നത് വരെ മിക്സ് ചെയ്യണം. മസാല പീച്ചിങ്ങയിൽ ഇപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, വെള്ളം ഇപ്പോൾ തനിയെ പീച്ചിങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പീച്ചിങ്ങ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകണ്ട. അതുകൊണ്ടിനി തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മുടെ അടിപൊളി പീച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പീച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Thank you for watching. Bye bye.